സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി ഒരു ദിനം കൂടിയാണ് മാത്രം. പ്രചാരണാവേശത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ മുന്നേറുന്നു. തിരുവനന്തപുരത്ത് മത്സരം UDF-ഉം BJP-യും തമ്മിലെന്ന് പറയുന്നത് ഒത്തുകളിയുടെ ഭാഗമെന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണൻ നടത്തിയ മീറ്റ് ദ കാൻഡിഡേറ്റ്സിലാണ് പ്രതികരണം. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ LDF പരാതിയും നൽകി. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നടത്തിയത്. UDF-ഉം BJP-യും തമ്മിലാണ് മണ്ഡലത്തിൽ മത്സരമെന്ന ശശി തരൂരിന്റെ പരാമർശമാണ് പന്ന്യനെ ചൊടിപ്പിച്ചത്. ശശി തരൂരിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടെന്ന് 24ന്റെ പ്രത്യേക ഇലക്ഷൻ പരിപാടിയായ മീറ്റ് ദ കാൻഡിഡേറ്റിൽ പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് തമ്മിലുള്ള മത്സരം, നമ്മൾ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലൊരു ഒത്തുകളിയുടെ ഭാഗമായിരിക്കും. ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെയോ ആരുടെയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ചില നയങ്ങൾ സ്വരൂപിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാനില്ല. പൂർണ്ണമായ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാട്ടി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. UDF MPമാർ വാ തുറന്നാൽ കേരളത്തിനെതിരാണ് പറയുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുക തെറ്റാണെന്ന് പറയാൻ തയ്യാറായോ? എല്ലായ്പ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കൂടിയായിരുന്നു, കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുകയും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന ആഹ്വാനവുമായി കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങൾ രംഗത്തെത്തി. സമൂഹത്തിന്റെ ന്യൂനപക്ഷങ്ങളെ ചിന്നിച്ചിതറി ആദി ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കല്ല, ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യവും സമാധാനവും നൽകുന്ന കക്ഷികൾക്ക് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുണർത്തുകയാണ്. നാളെ വൈകുന്നേരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം കഴിയുന്നതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.